അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിയിൽ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എഗ്ഗ് ബിരിയാണിയാണ്. അതായത് നമ്മുടെ മുട്ട ബിരിയാണിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു എഗ്ഗ് ബിരിയാണി ചെയ്യാൻ നമുക്ക് എഗ്ഗ് പുഴുങ്ങിയിട്ട് എടുക്കണം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞാനിവിടെ 6 മുട്ട വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എഗ്ഗ് ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് പ്യൂർ ആയിട്ടുള്ള നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് മിൽമയുടെ പ്യൂർ ആയിട്ടുള്ള നെയ്യാണ്. നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഇതിനകത്താണ് ബിരിയാണി വെക്കുന്നത് എങ്കിൽ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ബിരിയാണിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, കാരണം നമ്മളിത് ഓയിലിൽ നിന്ന് എടുത്തിട്ട് പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാലും ആ ചൂടിൽ വീണ്ടും അതൊന്ന് ക്രിസ്പി ആയിട്ട് പോവും. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ അത് നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസിൻസും കാഷ്യൂനട്ട്സും ഒന്ന് വറുത്തിട്ട് എടുക്കുകയാണ്. അതായത് ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഉണക്കമുന്തിരി എടുക്കുക, അതുപോലെ ഒരു 8 or 10 കാഷ്യൂനട്ട് എടുക്കുക. ഇതൊന്നും കറക്റ്റ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം ബിരിയാണിയിൽ വേണമെന്നുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഈ പാനിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഒത്തിരി കളർ ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഈ നെക്സ്റ്റ് നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള 6 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പൊക്കെ നോക്കിയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട പുഴുങ്ങിയിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ ഒരു നെയ്യിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പൊടികൾ ചേർക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ട് വെക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതും ചേർത്തിയ ശേഷം ഉടനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ആ പൊടികളൊക്കെ ഒന്ന് കളർ മാറും. പിന്നെ 2 നുള്ളി ബിരിയാണി മസാല പൗഡർ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു പാനിലേക്ക് നമ്മളിപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള 6 മുട്ടയും ചേർത്തിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മളെ ബിരിയാണിയിൽ ഈ ഒരു മുട്ട കാണുമ്പോൾ നല്ലൊരു കളറും കാണാനൊക്കെ ഒരു ഭംഗിയാണ്. പിന്നെ മാത്രമല്ല മുട്ടയ്ക്ക് ചെറിയൊരു എരിവൊക്കെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ മുട്ട ചേർത്ത് കൊടുക്കുമ്പം ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കേ, അതല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ട്, അത്ര ആഴത്തിലൊന്നും അല്ലാണ്ട് ചെറുതായിട്ട് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പം നമുക്ക് ഈ ഒരു ചെറിയൊരു എരിവെങ്കിലും നമ്മുടെ മുട്ടയുടെ അകത്തേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് യെല്ലോ കളറും എരിവൊന്നും മുട്ടയുടെ അകത്തേക്ക് കയറുന്നില്ല, ചെറുതായിട്ടേ കിട്ടുള്ളൂ. എന്നിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മിനിറ്റ് ഈ ഒരു ഓയിലിൽ ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. മുട്ട ഉടഞ്ഞു പോവാതെ ഈ പാത്രം തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി അത് നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. നെക്സ്റ്റ് നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെക്കുക. ഇത് നമ്മൾ റൈസ് ഇവിടെ വറ്റിച്ചെടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈ പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് വേണ്ടി 3.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് നമ്മൾ ഒട്ടിപ്പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സ്പൈസസ് ആണ്, അതായത് ഹോൾ സ്പൈസസ്. ഒരു 5 or 6 ഏലക്ക ചേർക്കുക, അതുപോലെ ഒരു 6 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, അതായത് സിനമൺ, പിന്നെ നമ്മൾ 2 ചെറിയ പീസ് ബേ ലീഫ്, ഒരു 1/4 ടീസ്പൂൺ ഷാജീരകം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകം എന്നുള്ളത് എങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വറ്റിച്ചിട്ടുള്ള രീതി ചെയ്യുമ്പം ഉപ്പ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഊറ്റിയെടുക്കുന്ന രീതിയാണെങ്കിൽ ഉപ്പ് ഒരിത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്കുള്ള ബസ്മതി റൈസ് ചേർക്കേണ്ടത്.
അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് 2-3 തവണ വാഷ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം കിടന്നിട്ട് ഒരുപാട് സമയം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. തിളച്ച ഉടനെ തന്നെ റൈസ് ചേർക്കണം. അതല്ലെങ്കിൽ പിന്നെ വെള്ളം ഒരുപാട് സമയം തിളച്ചാൽ ആ വെള്ളം കുറച്ച് റെഡ്യൂസ് ആയിട്ട് ഇവിടെ പോകും. അപ്പോൾ പിന്നെ നമുക്ക് ആ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം ഇതിലില്ലാതെ വരും. അപ്പോൾ നമ്മളിവിടെ റൈസ് ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 80% നമ്മളിത് കുക്ക് ചെയ്യുന്നുള്ളൂ. മുഴുവനായിട്ടും കുക്ക് ചെയ്തിട്ട് എടുക്കരുത്, കാരണം നമുക്കിത് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്കി കുക്കാവുന്നത് നമ്മുടെ മുട്ടയുടെ ആ ഒരു ദം ചെയ്യുമ്പം അതിന് കൂടെ അങ്ങ് കുക്കായിക്കോളും. ഇപ്പം നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ഏകദേശം ഒരു 80% മാത്രം കുക്ക് ചെയ്തിട്ട് എടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈസിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ റെഡ്യൂസ് ആയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു ഇത്തിരി മോയ്സ്ചർ മാത്രമേ ഇതിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ ഒരു സമയം തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ റൈസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൂടെ നോക്കുക എത്രത്തോളം കുക്കായിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക കൂടെ ചെയ്യുക. ഇനി നമ്മൾ ഈ ചൂട് പാത്രത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയാണ്. ഇതുപോലെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കൂടെ ഇത് കുക്കാവാനേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചൂടിൽ കിടന്നിട്ട് അത് വീണ്ടും കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ എഗ്ഗ് ബിരിയാണിയിലേക്കുള്ള റൈസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള മസാലയുടെ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.25 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ ആ ഒരു എഗ്ഗ് നമ്മൾ മസാലയൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടില്ലേ, അതിനകത്തുള്ള നെയ്യും ഓയിലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 4 അത്യാവശ്യം നല്ല സൈസുള്ള സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ് ചേർത്തിട്ടുള്ളത്. അപ്പം മസാല കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1-2 സവാള കൂടെ കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമുക്കത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ കൂടി പറ്റും. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു അളവൊന്ന് കുറഞ്ഞിട്ട് വരുന്ന കണ്ടീഷൻ ആവുന്നവരെ വഴറ്റണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക്, 3 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ചേർക്കുക. എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 2 പച്ചമുളക് കൂടെ കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. അതായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ഒക്കെ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ്. അത് ഞാനൊരു 1.25 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്തിയാൽ മതി. പാതിയും കണ്ട് ചേർത്തിയാൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് കൂടരുത്, അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാല പൗഡർ ആണ്. അതും ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഗരം മസാല പൗഡർ കൂടാതെ നോക്കുക. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് മൂപ്പാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് തന്നെ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡർ ആണ്. ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളി നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് പഴുത്ത തക്കാളി തന്നെ എടുക്കുക. ഇനി നമ്മളത് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കണം. ഈ തക്കാളി കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് കുഴഞ്ഞിട്ട് നല്ലൊരു മസാലയായിട്ട് കിട്ടണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുഴഞ്ഞ് നല്ലൊരു മസാലയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൻറ്റ് ലീഫ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ പുതിനയില ചേർക്കാം. എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ വല്ലാണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ എടുക്കുന്നത് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ്. ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന തൈര് നല്ല പുളിയുള്ള തൈരൊക്കെ ആണ് എങ്കിൽ പിന്നെ നിങ്ങളിതിലേക്ക് എക്സ്ട്രാ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങനീരോ അങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണിലും താഴെ വൈറ്റ് വിനീഗർ, അതായത് നമ്മുടെ സുർക്ക ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ കയ്യിലുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി മാത്രം പിഴിഞ്ഞിട്ട് ചേർക്കുക. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയുടെ ടേസ്റ്റൊക്കെ നമ്മൾ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർക്കുമ്പം അതിനകത്ത് ബാക്കി നിൽക്കുന്ന നെയ്യും അതുപോലെ തന്നെ എല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക.
ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തും മസാല തട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൈസിന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല യെല്ലോ കളർ ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ കളറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കേണ്ട കാര്യമല്ല. അപ്പോൾ അതൊരു ടിപ്പാണ്, അതുകൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ മുട്ടയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ 1 മിനിറ്റ് മാത്രം ഒന്ന് ഫ്ലെയിമിൽ വെക്കുക. 1 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളിത് ദം ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിൽ നിന്നും ഈ കംപ്ലീറ്റ് മുട്ടയും 6 മുട്ടയും എടുത്തിട്ട് മാറ്റുക. അതിൻ്റെ കൂടെ കുറച്ച് മസാല കൂടെ എടുത്തിട്ട് മാറ്റുക. നമുക്ക് ദം ചെയ്യുമ്പം അത് ലെയറായിട്ട് ചെയ്യുമ്പം ആ ലെയറിൽ ചേർക്കാനുള്ളതാണ് ഈ ഒരു മസാലയും മുട്ടയും. മാത്രമല്ല നമ്മൾ മുട്ട ഈ ഏറ്റവും താഴെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ്, ഡയറക്റ്റ് ഇനി വീണ്ടും അത് ചൂട് തട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മസാല മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്ത് മാറ്റുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസ് പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന രീതി തന്നെയാണ്. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കിസ്മിസൊക്കെ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില, പുതിനയിലൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. നെയ്യും ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള മുട്ടയുടെ മസാലയും മുട്ടയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ട ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ബേ ലീഫ്, അതായത് നമ്മുടെ കറുകയിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റുന്ന നിർബന്ധമൊന്നുമില്ല, നമ്മൾ കഴിക്കുമ്പം നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അത് നേരത്തെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുകയാണ്. 2-3 നുള്ളി ചേർക്കാം, നിങ്ങളുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ചേർക്കുക. അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ഒന്ന് തൂവി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട് മതി. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. പിന്നെ വേണേൽ നെയ്യ് കൂടെ ചേർക്കാം കേട്ടോ. ബിരിയാണിയിൽ നെയ്യ് കൂടുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നോക്കുന്നവർക്ക് അത് പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി അത്രയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ചെറിയ തീയിലാണ് ഇത് ഇട്ടിട്ടുള്ളത്, ഏറ്റവും വളരെ ചെറിയ തീയിലാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഫ്ലെയിമൊക്കെ ഒരുപാട് പ്രശ്നമുള്ള നിങ്ങളുടെ സ്റ്റൗവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ദം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കട്ടിയുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. എന്തായാലും നമ്മൾ ഈ എടുക്കുന്ന പാത്രത്തിന് കറക്റ്റായിട്ടുള്ള ലിഡ് കൊണ്ട് തന്നെ വേണം നമ്മളിത് ക്ലോസ് ചെയ്യാൻ. അതിൻ്റെ സ്റ്റീം ഒട്ടും തന്നെ പുറത്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതിൻ്റെ ലിഡ് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ഒട്ടും തന്നെ സ്റ്റീം പുറത്ത് പോവാതെ ക്ലോസ് ചെയ്യുക. എന്നതിന് ശേഷം ഈ ചെറിയ തീയിൽ തന്നെ നമ്മൾ 5 മിനിറ്റ് ഇതൊന്ന് ഫ്ലെയിമിൽ വെക്കുകയാണ്. ഏറ്റവും ചെറിയ തീയാണെങ്കിൽ മാത്രമാണ് 5 മിനിറ്റ്. നിങ്ങളെ തീ കുറച്ച് കൂടുതലൊക്കെ ആണ് എങ്കിൽ നിങ്ങൾ 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇതിൽ പിന്നെ ഓവറായിട്ട് കുക്കാവാനോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പതിയെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം മുകൾ വശത്ത് നിന്ന്. ഞാനിതിപ്പം വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് വിട്ടതാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മുട്ടയുടെ ആ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ വളരെ പതിയെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പം മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ മുട്ട മാത്രം ഒന്ന് മാറ്റിയിട്ട് എടുക്കുക മുകൾ വശത്തുനിന്ന്. എന്നിട്ട് പിന്നെ ചോറ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള സവാള, അതുപോലെ കുറച്ച് മല്ലിയില, കാഷ്യൂനട്ട്, കിസ്മിസൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എഗ്ഗ് ബിരിയാണിയുടെ കൂടെ നമ്മുടെ തൈര് സാലഡോ അതല്ലെങ്കിൽ നമ്മൾ തേങ്ങ വെച്ചിട്ട് നമ്മുടെ ബിരിയാണിയിലേക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തിയില്ലേ, തേങ്ങാ ചമ്മന്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അത്. അതുപോലെ തന്നെ പപ്പടമൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് മറ്റ് ബിരിയാണിയെ പോലെ തന്നെ നമുക്ക് എഗ്ഗ് ബിരിയാണി പിന്നെ എപ്പോഴും ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഴിക്കാനും ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും. അത്രയും ടേസ്റ്റും അതുപോലെ തന്നെ സിമ്പിളും ആണ് ഈ ഒരു എഗ്ഗ് ബിരിയാണി. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഇത് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക്